SIP ഇൻവെസ്റ്റിംഗ് നിങ്ങളെ ഒരിക്കലും റിച്ച് ആക്കാൻ പോകുന്നില്ല. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും SIP ത്രൂ നിങ്ങളെ കൊണ്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് നോക്കാം. സപ്പോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഫണ്ടാണെന്ന് വിചാരിക്കുക. അതായത് ഇന്ത്യയിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനീസ് വരുന്ന വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻഡെക്സ് ഫണ്ടാണ് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ട്. ഈ ഫണ്ടിലേക്ക് ഒരു 10,000 വെച്ചുകൊണ്ട് ഒരു 7 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ടാകുന്ന എമൗണ്ട് 8,40,000 രൂപയായിരിക്കും. കിട്ടുന്ന റിട്ടേൺസ് നിയർലി ഒരു 17 ലക്ഷമായിരിക്കും. അതായത് ഒരു 9 ലക്ഷം രൂപ നമുക്കിവിടെ ലാഭം മാത്രം കിട്ടും. ഇത് ആദ്യത്തെ 7 കൊല്ലത്തിന്റെ കാര്യമാണ്. സപ്പോസ് നിങ്ങളൊരു 7 കൊല്ലം കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് മൊത്തം ഒരു 14 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കിട്ടിയിട്ടുണ്ടാവുന്ന ടോട്ടൽ റിട്ടേൺസ് നിയർലി ഒരു 46 ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും. നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു 16.8 ലക്ഷം രൂപ വരും. അതായത് നമുക്ക് റിട്ടേൺസ് മാത്രം ഈ 14 കൊല്ലം നമ്മൾ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് റിട്ടേൺസ് മാത്രം നിയർലി ഒരു 29 ലക്ഷത്തിന് അടുത്ത് വന്നിട്ടുണ്ടാവും. സപ്പോസ് ഈ 14 കൊല്ലത്തിന് ശേഷം ഒരു 7 കൊല്ലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ, അതായത് മൊത്തം ഒരു 21 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 25.2 ലക്ഷം രൂപയായിരിക്കും. നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 1.26 കോടിയായിരിക്കും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും നിയർലി 1 CR മേലെ നമുക്ക് ലാഭം മാത്രം കിട്ടും. അതായത് ആദ്യത്തെ ഒരു 7 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ റിട്ടേൺസിന്റെ വെറും 9% കിട്ടിയുള്ളൂ. ഒരു 7 കൊല്ലം കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അടുത്തൊരു 7 ഇയേഴ്സിൽ കിട്ടിയത് 21% റിട്ടേൺസ് മാത്രമാണ് ടോട്ടൽ കിട്ടിയ റിട്ടേൺസിന്റെ. അതേ സംഭവം ഞാൻ അടുത്തൊരു ലാസ്റ്റ് ഒരു 7 ഇയേഴ്സ് ചെയ്തപ്പോഴാണ് എൻ്റെ ടോട്ടൽ റിട്ടേൺസിന്റെ 71% എനിക്ക് കിട്ടിയത്. അതായത് നമ്മളൊരു SIP ചെയ്യുമ്പോൾ നമുക്ക് കൊല്ലങ്ങൾ കൂടുന്തോറും നമുക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പല ആൾക്കാരും 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ ലാഭങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മേ ബി സപ്പോസ് നെഗറ്റീവ് റിട്ടേൺസ് ആണെങ്കിൽ പോലും മാർക്കറ്റിനെ ബ്ലെയിം ചെയ്ത് നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് തോന്നിയേക്കാം. ഓക്കെ, ഒരുപാട് കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താൽ ബെറ്റർ റിട്ടേൺസ് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ നമ്മൾ ഈ 21 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 21 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ് 1 CRന്റെ വാല്യൂ അതിന് ഉണ്ടാവാൻ പോകുന്നില്ല. യെസ്, 100% കറക്റ്റ് ആണ്. സപ്പോസ് ഒരു 6% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുകയാണെന്നാണെങ്കിൽ പോലും നിയർലി ഒരു 29-30 ലക്ഷത്തിന്റെ വാല്യൂ മാത്രമേ അതിനുണ്ടാവാൻ പോകുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ്, നമ്മൾ എല്ലാ മാസവും 10,000 മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 21ാമത്തെ കൊല്ലവും നമ്മൾ 10,000 കൊടുക്കുമ്പോൾ കറന്റ് 10,000 വാല്യൂ എന്തായാലും 21 കൊല്ലം കഴിഞ്ഞാൽ അതിനുണ്ടാവാൻ പോകുന്നില്ല. സോ നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എമൗണ്ടിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരുത്തണം. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് SIP എമൗണ്ട് എന്നും പറയും. അതായത് നിങ്ങൾ തുടങ്ങുന്നത് 10,000 ആണെന്നാണെങ്കിൽ എല്ലാ കൊല്ലവും ഒരു 10% ഇൻക്രിമെന്റ് വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമ്മളെ കൊണ്ട് ഇവിടെ 2.61 കോടി ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ വെറും 10,000 കൊണ്ട് ഒരു 21 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.26 CR ആണ് എന്നാണെങ്കിൽ എല്ലാ കൊല്ലവും ഒരു 10% ഇൻക്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് 2.61 കോടി ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും നിയർലി ഒരു 80 ലാക്സിന്റെ വാല്യൂ ആസ് ഓഫ് നൗ 2025 ഒരു 80 ലാക്സിന്റെ വാല്യൂ അതിനുണ്ടാവുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും, വെറുതെ റാൻഡം ആയിട്ട് 2-3 മ്യൂച്വൽ ഫണ്ടൊക്കെ സെലക്ട് ചെയ്ത് ഒരു 2-3 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ലോങ് ടേം ടാർഗറ്റ് ചെയ്യുക. ലോങ് ടേം ടാർഗറ്റ് ചെയ്യും തോറും മാർക്കറ്റ് റിസ്ക് എന്ന ഫാക്ടർ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ബെറ്റർ റിട്ടേൺസ്, പവർ ഓഫ് കമ്പൗണ്ടിങ് വഴി നമുക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ബെറ്റർ റിട്ടേൺസ് കിട്ടണമെന്നാണെങ്കിൽ നോർമൽ SIP ചെയ്യാതെ നിർബന്ധമായിട്ടും സ്റ്റെപ്പ് അപ്പ് SIP ഒരു 5%-10% 10% എല്ലാ കൊല്ലവും ഇൻക്രിമെന്റ് വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന റിട്ടേൺസ് അത്രത്തോളം വലുതായിരിക്കും. ആസ് പെർ സെബിയുടെ കണക്ക് പ്രകാരം ഒരു 100 ആൾക്കാർ SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ വെറും 30-40% മാത്രമാണ്. അതിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ആൾക്കാരും വളരെയധികം കുറവാണ്. സോ ഇവരൊക്കെ വരുന്നത് അടിപൊളി റിട്ടേൺസ് 2 കൊല്ലം കൊണ്ട് തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. സപ്പോസ് ആ റിട്ടേൺസ് മാച്ചപ്പ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം അവിടെ നിർത്തി പോവുകയും ചെയ്യും. നിങ്ങൾ ഒരിക്കലും ലാഭം ഉണ്ടാക്കില്ല. പക്ഷേ ഇത്രത്തോളം ഈസി ആയിട്ട് ലോങ് ടേമിലേക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു അസറ്റ് ക്ലാസ് ഇല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയേണ്ടി വരും. സോ നിർബന്ധമായിട്ടും ലോങ് ടേം ടാർഗറ്റ് ചെയ്യുക. എല്ലാ കൊല്ലം ഈ ഇൻക്രിമെന്റ് വരുത്തിക്കൊണ്ടിരിക്കുക. എത്രത്തോളം കൊല്ലം കൂടുന്നോ അത്രത്തോളം ബെറ്റർ റിട്ടേൺസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്